പാഠം 1035. ഒരു കാർ ഉണ്ടാക്കിയ കഥ. വാഹന ബാഹുല്യം കാരണം സംസ്ഥാനത്തെ നിരത്തുകളിൽ തുടർച്ചയായി ട്രാഫിക് ബ്ലോക്ക്. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ എണ്ണം അനിയന്ത്രമാം വിധം വർദ്ധിച്ചതോടെ റോഡ് വഴിയുള്ള യാത്ര ദുരിതമയമാകും. നീ വാർത്ത വായിച്ചു ഭമേ? നമ്മുടെ നാട്ടിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നതിനാൽ റോഡുകളിൽ തിരക്ക് കൂടി വരുന്നു എന്ന്. നീ എപ്പോഴും പറയാറില്ലേ ഒരു കാർ വാങ്ങണം എന്നൊക്കെ. ഞാൻ കാർ വാങ്ങാത്തതിന്റെ കാരണം ഇതാണ്. മോഹനയുടെ കാർ വാങ്ങാനുള്ള കാരണം ഇതല്ലല്ലോ. മോഹനയുടെ ഒടുക്കത്തെ പിശുക്ക് കാരണമല്ലേ? നീ അങ്ങനെ പറയൂ. നിന്നെ പോലുള്ളവർ കരുതുന്നത് കാർ വാങ്ങുന്നത് അന്തസ്സിന്റെ കാര്യമാണെന്ന്. പക്ഷേ ഒരു മനുഷ്യന്റെ അന്തസ് അളക്കുന്നത് അയാളുടെ അറിവും വിവരവും ഉത്തരവാദിത്വ ബോധവും വെച്ചാണ്. അല്ലാതെ അയാൾക്ക് എത്ര കാറുണ്ട് എന്ന കണക്ക് വെച്ചല്ല. ഇവിടെ വരൂ. ഭാമേ, കാർ ഉള്ളവർക്ക് കാറില്ലാത്തവരെക്കാൾ ആരോഗ്യം കുറവാണ് എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ്. കാറുള്ളവർ എപ്പോഴും കാറിൽ മാത്രമേ യാത്ര ചെയ്യൂ. അവരുടെ ശരീരമന കണ്ട ഒരു കാര്യവും വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാവും? ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ആരോഗ്യവുമുണ്ട്. നാട്ടുകാരുടെ കുതിര കയറാനല്ലേ? പിന്നെ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിലവുകൾ, അതിനെപ്പറ്റി ഒരാളും ആലോചിക്കാറിയില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു കാറ് വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ലോൺ എടുക്കും. അത് കഴിയുമ്പോഴോ കാറിന് പെട്രോൾ അടിക്കണം, അത് കേടാവുമ്പോൾ നന്നാക്കാൻ നടക്കണം. അങ്ങനെ എന്തൊക്കെ ചെലവുകളാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ചെയ്തത് അബദ്ധമായി പോയി എല്ലാവരും തിരിച്ചറിയുന്നത്. അന്നേരം കാറ് നിൽക്കാൻ നോക്കിയാലോ വാങ്ങിയപ്പോൾ കൊടുത്തതിന്റെ പകുതി പൈസ പോലും കിട്ടില്ല. ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ലാഭം ഉണ്ടാവണം എന്നുള്ള ഈ ചിന്തയാണ് മോഹനയുടെ ആദ്യം കളയേണ്ടത്. നമ്മൾ കാശുണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ കൂടിയല്ലേ? ആവശ്യത്തിന് ചെലവാക്കാൻ, ആവശ്യത്തിന് മാത്രം ചെലവാക്കാൻ. കാർ വാങ്ങുന്നത് എങ്ങനെയാണ് ഭാമേ ഒരു ആവശ്യമാകുന്നത്? ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ. കാറുകൾ പുറത്തേക്ക് വിടുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിന്റെ... ദൈവത്തെ ഓർത്ത് ഈ കാർബൺ മോണോക്സൈഡിന്റെ ആഗോള താപനത്തിന്റെ കഥ പറയരുത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാ. നിന്നോടൊന്നും നല്ല കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പറയണ്ട. ഹലോ, ആരാണ്? ഓ, കൊടുക്കാം. ഭാമേ, ആരാ? സത്യപാലൻ. ആ സത്യപാല, പറ. ഇതെന്താ രാവിലെ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇന്ന് മജിസ്ട്രേറ്റ് കോടതി കേസുള്ളതല്ലേ? അതെ. ആണോ? സത്യം? അയ്യോ, എപ്പോ കിട്ടും? അതെയോ? കൃത്യസമയത്ത് എന്തായാലും സത്യപാലം വിളിച്ചത്. അപ്പൊ ഇന്നെന്തായാലും പുതിയ കാറിൽ കോടതി വരുമല്ലോ. ഉച്ച കഴിഞ്ഞോ? ശരി, അത് നടക്കട്ടെ. കേട്ടല്ലോ? ഇല്ല, എന്നാ ഞാൻ പറയാം. സത്യപാല പുതിയ കാർ ബുക്ക് ചെയ്തിരുന്നു. ഇന്ന് അത് കിട്ടുമെന്ന്. ഇപ്പൊ മനസ്സിലായോ മനുഷ്യന്മാർക്ക് ജീവിക്കുന്നത് എങ്ങനെയാന്ന്? പറഞ്ഞു വരുമ്പോ മോഹനന്റെ അത്ര വരുമാനമില്ല സത്യപാലന്. വീട്ടിലാണെങ്കിലോ പ്രാരാബ്ദങ്ങളൊക്കെ ഒരുപാടുണ്ട് താനും. എന്നിട്ടും സത്യപാലൻ കാറ് വാങ്ങി. കഷ്ടം, കഷ്ടം.
വീട്ടിൽ പ്രാരാബ്ധമുള്ളവർ അത് തീർക്കാനാണ് ആദ്യം നോക്കേണ്ടത്. സത്യപാലനെ പോലുള്ള വിഡ്ഢികൾ എടുത്തു ചാടി കാർ വാങ്ങാൻ പോകുമ്പോൾ ഉപദേശിക്കേണ്ടത് നീയായിരുന്നു. ഞാനോ? അതെ, നീ വരണമായിരുന്നു. സത്യപാല, കാർ വാങ്ങുന്നത് കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അത് വേണ്ട, അതരുത്. നീ ഇത് ചെയ്തോ? ഇല്ല. സത്യപാലൻ കാറ് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സത്യപാലനല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഭാമേ, എന്റെ കൂടെയും ചില ജോലി ചെയ്യുന്നുണ്ടല്ലോ. സ്വയം പ്രഭയ്ക്കും കാഞ്ചനയ്ക്കും ഒക്കെ കാറ് വാങ്ങണം എന്ന് വലിയ ആഗ്രഹമാണ്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി വിലക്കി. കാറിന്റെ ദോഷങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹം അവർ പാടെ ഉപേക്ഷിച്ചത്. സത്യപാലൻ കാറ് വാങ്ങി നാട്ടോട് ആളാവട്ടെ. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ദോഷവശങ്ങൾ സത്യപാലൻ പഠിക്കും. സാറേ, നമസ്കാരം. നമസ്കാരം. സംഭവം അറിഞ്ഞല്ലേ? എന്ത് സംഭവം? പുതിയ കാറിന്റെ കാര്യമൊക്കെ. ഓ, അത് ഉത്തമൻ പറഞ്ഞോ? അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. നിങ്ങളിങ്ങനെ കൊട്ടിക്കോഷിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അതുവരെയാണോ മനുഷ്യ കാർ വന്നത്? അങ്ങനെയല്ലേ സാറേ. എന്നാലും ഉത്തമ, ഒരു കാർ വാങ്ങിയാൽ അയാൾ പരമയോഗ്യനായി എന്ന് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം 1, 2, 3 കാർ വാങ്ങാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ കാർ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഒരിക്കലുമല്ല. നമ്മളൊരു സാധനം വാങ്ങുമ്പോ അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഈ വീട്ടിൽ ഒരു കാറിന്റെ ആവശ്യമേ ഇല്ല. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വാങ്ങുന്ന സാധനം ഉണ്ടാക്കിയേക്കാവുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അന്തരീക്ഷ മലിനീകരണം, ആഗോള താപനം, കാർബൺ മോണോക്സൈഡ്. ഈ ദോഷങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് കാർ വാങ്ങേണ്ട കാര്യം എന്താണ്? പറയോ? ഒരു സാധനം വാങ്ങാതിരിക്കാനുള്ള കാരണം അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ കാണില്ല. ആ സത്യപാലം വരെ കാർ വാങ്ങിച്ചിട്ട് എനിക്കൊരു കാർ വാങ്ങാൻ പറ്റിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് നാണക്കല്ലേ ഉത്തമ? അയ്യോ, അപ്പൊ സത്യപാല വക്കീലും കാർ വാങ്ങിച്ചാ? അതെന്ന് ഉത്തമ പിന്നെ ആര് കാർ വാങ്ങിയ കാര്യ പറഞ്ഞത്? എന്റെ വക്കീലെ ഞാൻ പറഞ്ഞതേ സ്വയംപ്രഭ സാറിന്റെ കാര്യം. ഓ, നമ്മുടെ വലിയ ഓഫീസിൽ സ്വയംപ്രഭ സാറേ. ഓ, സ്വയംപ്രഭ സാർ പുതിയ കാർ വാങ്ങിച്ച് ഇന്ന് രാവിലെ പൂജിക്കാനായിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്നു. നല്ല അടിപൊളി കാറ്. നല്ല ചുമന്നിരിക്കുന്നു. കമ്പനി ഏതാണെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഉത്തമ, സത്യമാണോ ഈ പറയുന്നത്? സ്വയംപ്രഭയും കാർ വാങ്ങിയോ? സ്വയംപ്രഭയും കാർ വാങ്ങി. ഞാൻ എന്തിനാണ് ആവശ്യമില്ലാതെ വെറുതെ കള്ളം പറയുന്നത്? സത്യം. കുറെ നേരമായല്ലോ പ്രഭ പറയുന്നു സസ്പെൻസ് എന്ന്. എന്താ കാര്യം? സസ്പെൻസ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാര്യം ഇന്ന് പറയുന്നത് ശരിയല്ലല്ലോ കാഞ്ചന സാറേ. നാളെ ആവട്ടെ, ഞാൻ പറയാം. ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നതേ ശരിയല്ല പ്രഭേ. എന്തായാലും എന്നോട് പറഞ്ഞൂടെ? എന്താ കാഞ്ചന സാറേ? വന്നപ്പോ മുതൽ പ്രഭ പറയാ നാളെ ഒരു ഉഗ്രൻ സസ്പെൻസ് ഉണ്ട്, അത് കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടുന്നു. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ പ്രൊഫസറെ കാര്യം? പറ. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഇന്ന് ഞാൻ പറയൂല. ശിശുപാലൻ ചേട്ടാ, നാളെ രാവിലെ പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. പ്രൊഫസറിന്റെ കല്യാണം നിശ്ചയിച്ചോ? അതാണോ ഏറ്റവും വലിയ ആഗ്രഹം? അല്ലേ? കല്യാണം ഉറപ്പിച്ചാലും ഞാൻ ഇത്രയും സന്തോഷിക്കില്ല ശിശുപാലൻ ചേട്ടാ. ഇത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. ശരി, പ്രഭ പറയണ്ട. ഞാൻ ഇനി പുറകെ നടന്ന് ചോദിക്കേയില്ല. എന്തായാലും കാര്യം നാളെ അറിയാലോ. നാളെ അറിയാം. എന്താ സംശയം? മോനേട്ടാ, സാറേ, ഇതെന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കണേ? കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്തോ? എന്ത്? അതിപ്പോഴാണ് ആലോചിക്കുന്നത്.
സത്യമാണല്ലോ അല്ലേ? ശ്ശേ, ഞാൻ ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറയൂ. ശ്ശേ, എന്തായാലും സ്വയംപ്രഭ സാറ് വരെ ഒരു കാർ വാങ്ങിച്ച സ്ഥിതിക്ക് മോഹനയുടെ സാർ ഒരെണ്ണം വാങ്ങാതിരിക്കുന്നത് മോശമാണ്. സ്വയംപ്രഭ എന്നല്ല, ഇനി വില്ലേജ് ഓഫീസിലെ പിയൂൺ ശിശുപാലയേട്ടൻ ഒരു കാറ് വാങ്ങിയെന്ന് പറഞ്ഞാലും മോഹനേട്ടൻ ഒരു സൈക്കിള് പോലും വാങ്ങൂല. പിശുക്ക് കണ്ടുപിടിച്ചത് ആരാണെന്നാണ്? ഈ സാറല്ലേ? എന്തായാലും സ്വയംപ്രഭ കാറ് വാങ്ങിയ സ്ഥിതിക്ക് വില്ലേജ് ഓഫീസർ അങ്ങനെ വിട്ട ശരിയാവില്ല. ഉദം വിട്ടോ, എനിക്ക് ചെറിയ ചില പരിപാടികളൊക്കെ ഉണ്ട്. ശരി, ആയിക്കോട്ടെ. എത്രയും വേഗം പോകുന്ന നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെ കുറച്ചു മുന്നേ എന്തൊക്കെയോ പറയുന്ന കേട്ടായിരുന്നല്ലോ. കാഞ്ചനയും സ്വയംപ്രഭയും ഞാൻ ഉപദേശിച്ചു. എന്റെ ഉപദേശം കേട്ടതോടെ അവർ കാർ വാങ്ങണ്ട എന്ന് വെച്ചു എന്നൊക്കെ. ഇപ്പൊ എന്നിട്ട് എന്തായി മോനട്ട? സ്വയംപ്രഭ അനുഭവിക്കുമ്പോ പഠിക്കും. എന്തനുഭവിക്കുമെന്നാണ്? നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക് പോലും കാറുണ്ട്. വലിയ കൊമ്പത്തെ വില്ലേജ് ഓഫീസർ മാത്രം രാവിലെ എഴുന്നേറ്റ് ആ കാലം കൂടെ കുത്തിപ്പിടിച്ച് നടപ്പോട് നടപ്പ്. ഓരോ ദിവസം എന്നോട് എത്ര പേരാ ചോദിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ എന്താ വക്കീൽ ഒരു കാർ വാങ്ങാത്തതെന്ന്? അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് കാറ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ വേറെ ആരെങ്കിലും നിങ്ങൾ പ്ലെയിൻ വാങ്ങാത്തത് എന്ന് ചോദിച്ചാ അതും വാങ്ങേണ്ടി വരില്ലേ? പ്ലെയിൻ വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇല്ല, മോഹനേട്ടന്റെ ഒന്നിനും പൈസ ഉണ്ടാവില്ല. ഈ പിശുക്ക് മൂത്ത് എന്നാണോ ഇനി അരി വാങ്ങണ്ടെന്ന് പറയാൻ പോകുന്നത്? ചെല്ല്. ആഫീസ് ചെല്ലുമ്പോ കീഴുദ്യോഗസ്ഥ പുത്തൻ കാറിൽ അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. കാറ് കയറാൻ കൊതിയുണ്ടെങ്കിലേ സ്വയംപ്രഭയോട് പറഞ്ഞാൽ മതി. ആ കാര്യത്തിൽ എന്തായാലും സ്വയംപ്രഭ വിശുക്ക് കാണിക്കല്ലേ. നീ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാറ് വാങ്ങുന്ന പ്രശ്നമേ ഇല്ല. എന്തായാലും പ്രഭ കാണിച്ചത് ശരിയായില്ല. അതെ, ഇന്നത്തെ ദിവസം കാർ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നതേ വളരെ മോശമായി. ഞങ്ങൾക്ക് അതൊന്നും കാണണ്ടേ? കൊണ്ടുവരണമെന്ന് ഓർത്തതാ കാഞ്ചന സാറേ. അപ്പോഴാ അനിയന് അത്യാവശ്യമായിട്ട് കോഴിക്കോട് വരെ പോകേണ്ടി വന്നത്. അവനില്ലാതെ ഞാനെങ്ങനെ കാർ കൊണ്ടുവരും? എനിക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. എന്നാലും അത് ശരിയായില്ല പ്രൊഫസറെ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡ്രൈവറെ കിട്ടാനാണോ പാട്? ഡ്രൈവറെ വെച്ചാൽ ഇന്ന് കാറിൽ തന്നെ വരണമായിരുന്നു. ഇനിയിപ്പോ പ്രൊഫസർ വിചാരിച്ചാൽ ആളെ കിട്ടിയില്ലെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ, ഞാൻ ഏർപ്പാടാക്കുമായിരുന്നല്ലോ നല്ല ഒന്നാം തരം ഡ്രൈവറെ. ഇങ്ങനെ ധൃതി പിടിക്കുന്ന എന്തിനാ ശിശുപാലൻ ചേട്ടാ? ഇനി സമയമുണ്ടല്ലോ. കാർ എന്തായാലും വീട്ടിൽ തന്നെ കിടപ്പുണ്ട്. എപ്പോഴാ എനിക്ക് ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നൂടാത്തത്? ഞാനാണെങ്കി നാളെ മുതൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാനിരിക്കുക. ശാലിനി ചേച്ചിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാനാ പരിപാടി. വീട്ടിൽ സ്വന്തം വണ്ടിയുള്ളപ്പോ എന്തിനാ പ്രഭ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നത്? വെറുതെ കാശ് കളയാനായിട്ട്. അതല്ല കാഞ്ചന സാറേ, പുതിയ കാറിൽ ഡ്രൈവിംഗ് പഠിച്ചാ ശരിയാവില്ല. നന്നായി പഠിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കോളൂ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വാങ്ങിച്ചതല്ലേ. നമസ്കാരം സർ. സാറൊരു വിശേഷം അറിഞ്ഞോ? നമ്മളോടൊന്നും പറയാതെ പ്രൊഫസർ പുതിയ കാറ് വാങ്ങി. ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നി. പുതിയ വണ്ടിയുമായിട്ട് രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് സംഗതി നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. എങ്ങനെയെങ്കിലും വാർത്ത സാറിന്റെ ചെവിയിൽ എത്തിക്കാണുമെന്ന് എനിക്കറിയായിരുന്നു. നമ്മുടെ ഓഫീസിലുള്ള ഒരാള് കാറ് വാങ്ങുന്നത് ആദ്യമായിട്ടല്ലേ സാർ? അതുകൊണ്ടേ അതിന്റെ ചെലവുണ്ട്. ഇന്നത്തെ ഉച്ചയൂണേ പ്രൊഫസറിന്റെ വകയാ. ഞാൻ വീട് ചോറുണ്ട്, അവനെ പുറത്തൊന്നും വേണ്ട. അത് മോനോജ് സാർ പറഞ്ഞതാ കാര്യം. ഇന്നെല്ലാരും ഊണ് കൊണ്ടുവന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ ഉച്ചയ്ക്ക് പ്രഭയുടെ വക ചെലവ്. സാറില്ലെങ്കിൽ ചെലവുമില്ല. ഒരു കാര്യം ചെയ്യും, സാറിന് സൗകര്യമുള്ള ദിവസം സാറ് തന്നെ തീരുമാനിക്കും. അന്ന് ചെലവ് ചെയ്യാം. എന്താ? പിന്നെ അങ്ങനെ മതി. അടുത്ത ആഴ്ചയാണെങ്കിൽ നല്ലത്. അനിയൻ വരും. അപ്പോ കാറും കൊണ്ടും വരാലോ. നിങ്ങളെയൊക്കെ കാറ് കാണിക്കാതെ ചെലവ് നടത്തുന്ന എങ്ങനെയാ? കാറിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കാനല്ല, സർക്കാരൊക്കെ മാസം ശമ്പളം തരുന്നത്. നോക്ക്,
വാങ്ങിച്ച പേരും പറഞ്ഞിട്ട് സാറിനൊരു സന്തോഷം ഇല്ലല്ലോ പ്രൊഫസറെ. എന്ത് പറ്റി? ശശിപാലൻ അതറിയില്ലേ? ഇല്ല. അന്തരീക്ഷ മലിനീകരണം, ആഗോള താപനം, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. ഹലോ, അതെ. ആ സത്യപാല, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. കാറുമായിട്ട് കോടതി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. എന്തു പറ്റി? ആ ഓ, എന്നിട്ട് ചേച്ചേ അവരെന്താ അങ്ങനെ പറഞ്ഞത്? അതെവിടുത്തെ ന്യായമാണെന്ന് സത്യപാലൻ ചോദിക്കായിരുന്നു. എന്താ? അതെയോ? ഓ, ഇനി എന്ത് ചെയ്യും? അയ്യോ, ഞാൻ വിചാരിച്ച നടക്കും തോന്നുന്നില്ല. സത്യപാലം വേറെന്തെങ്കിലും ഒരു വഴി നോക്ക്. ആ അതെ, മോഹനായിട്ട് വന്നെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചോളാം. ശരി ശരി. മുഴുവൻ നേരവും ഫോണിലാണല്ലോ. പുതിയ കേസ് വല്ലതാണോ? അല്ല, സത്യപാലൻ കാർ എടുക്കാൻ ചെന്നപ്പോ എന്തോ ഒരു പ്രശ്നം. ഇനി 30,000 രൂപ അടയ്ക്കാനുണ്ട്. കാർ അതുകൊണ്ട് കിട്ടിയില്ല. ഈ ബാങ്ക് ലോണിന് എന്തോ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലായില്ല. എന്നോട് കുറച്ച് പൈസ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്. കൊള്ളാം. ഇന്ന് രാവിലെ നീ എന്ത് ബഹളായിരുന്നു. സത്യപാലൻ പോലും കാറ് വാങ്ങുന്നു, എന്നിട്ടും എനിക്ക് കാറ് വാങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയിരുന്നില്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്തായി? അതേ സത്യപാലൻ കാറ് വാങ്ങാൻ നിന്നോട് പൈസ കടം ചോദിക്കും. അല്ല, അതിപ്പോ സത്യപാലന്റെ കാര്യം പറയും. മോഹനേട്ടൻ അത്രയ്ക്കും ആളാവൊന്നും വേണ്ട. മോഹനേട്ടന്റെ ആഫീസിലെ LD ക്ലർക്കായ സ്വയംപ്രഭ പോലും കാർ വാങ്ങിയില്ലേ? ഇല്ലേ? അതിനെപ്പറ്റി എന്താണോ പറയാനുള്ളത്? അതിനെപ്പറ്റിയും ഒന്നും പറയാനില്ല. കാരണം സ്വയംപ്രഭ കാർ വാങ്ങിയില്ലേ? ഇല്ല. സാർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കാറ് വാങ്ങിയതിനെ പറ്റിയാണ് എനിക്ക് കേൾക്കണ്ട. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ ധൂർത്തടിക്കാൻ തുടങ്ങിയാൽ ഭാവിയിൽ അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഒരു കാറോ 2 കാറോ വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. അത് ഒരു അനാവശ്യ ചെലവാണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. പിന്നെ മോട്ടോർ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം, അത് ഒരു നിസ്സാര കാര്യമേ അല്ല. നമ്മൾ കൂടി അതിന് കൂട്ടു നിൽക്കേണ്ടതായിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കളിയാക്കും, എനിക്ക് വിശകാണെന്നും പറയും. പക്ഷേ ഞാൻ പറയുന്നതിന്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും മനസ്സിലാവും. ഞാൻ കാറ് വാങ്ങിയില്ല സാർ. ഞാൻ കാറ് വാങ്ങിയില്ല. വാങ്ങിയില്ലേ? എന്റെ അനിയന്റെ ജോലിക്കാര്യത്തിന്റെ തീരുമാനം ഇന്നലെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. ജോലി കിട്ടുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അക്കാര്യമാ ഞാൻ ഇന്നലെ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ജോലിക്കാര്യം ഇന്നലെ തീരുമാനമായി. ഇന്ന് രാവിലെ അവന് കോഴിക്കോട് പോയി ജോയിൻ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാ ഞാൻ രാവിലെ അവനെയും കൊണ്ട് അമ്പലത്തിൽ പോയത്. അവിടെ കിടന്ന ഒരു പുതിയ കാറിൽ ചാരി കുറച്ചു നേരം നിന്നു എന്നുള്ള നേരം. അനിയനൊരു വഴിപാട് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത് നോക്കി നിന്നതാ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും കഥ നാട് നീളെ പരന്നു. കാഞ്ഞിര സാർ ആദ്യം വിളിച്ചത്. അനിയന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞിട്ട് കാഞ്ഞിര സാർ മൈൻഡ് ചെയ്തില്ല. എനിക്ക് വിഷമം ഉണ്ടാവാതിരിക്കോ സാർ? എത്ര ശ്രമിച്ചിട്ട് കിട്ടിയ ജോലിയാ, അതിനൊരു വിലയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? എങ്കിൽ പിന്നെ ഒരാഴ്ച കാഞ്ചന സാറ് കാറിന്റെ കഥയും പറഞ്ഞിരിക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ലാതെ കാറ് വാങ്ങാൻ എന്റെ എവിടെന്ന സാറേ പൈസ? പൈസ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങില്ല. കാറല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. സാറിനോട് കള്ളം പറയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നന്നായി.
ശരി സാർ. അനിയന്റെ ജോലിക്കാര്യത്തെ പറ്റി സ്വയംപ്രഭ ഇന്നലെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചാണ് അത് കാറ് വാങ്ങിയതാണ് എന്നെല്ലാവരും പറഞ്ഞു വരുത്തിയത്. നാട്ടുകാർ കണ്ടത് ആരുടെയോ ഒരു കാർ. ഭാമേ, കാറ് വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞത് തീർത്തും ന്യായമായ ഒരു കാര്യത്തിന്റെ പേരില്ല. എന്റെ പിശുക്ക് കൊണ്ടാണ് എന്ന് നീ പറഞ്ഞുണ്ടാക്കി. പക്ഷേ നീ വലിയ മാതൃകയായി കണ്ട സത്യപാലന്റെ അവസ്ഥ എന്തായി? സ്വയംപ്രഭയാണെങ്കിൽ കാറ് വാങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. എന്താണ് പറയാനുള്ളത്? ഡ്രസ് മാറിട്ട് വാ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഞാൻ ചോദിച്ച അതല്ലല്ലോ. ഞാൻ പറഞ്ഞ അതാണല്ലോ. ആരെങ്കിലും കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ ചുമ്മാ മോട്ടനെ ചൂടാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. മോഹനേട്ടൻ ഭാഗ്യം ഇത്തവണയും വില്ലേജ് ഓഫീസറുടെ കൂടെ നിന്നു. ഒരു മോട്ടാർ വാഹനം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്ന് കരുതുന്ന മോഹനകൃഷ്ണന് സ്വയംപ്രഭയുടെ തുറന്നു പറച്ചിൽ മഹാഭാഗ്യമായി. കാറിന് വേണ്ടിയുള്ള സത്യഭാമയുടെ കാത്തിരിപ്പ് ഇനിയും നീളുമെന്ന് ഉറപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.